വയനാട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ രണ്ടുപേരുടെ ജാമ്യാപേക്ഷ കൂടി കോടതി തള്ളി. സിൻജോ, ജോൺസൺ, നസീഫ് എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. വിവരങ്ങളുമായി അർജുൻ PS ഉണ്ട് നമ്മളോടൊപ്പം. അർജുൻ, വിവരങ്ങൾ. സിദ്ധാർത്ഥിന്റെ രണ്ടുപേരുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയിട്ടുള്ളത്. അതിൽ കോടതി പറയുന്നത് ഇപ്രകാരമാണ്. വയനാട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ രണ്ടുപേരുടെ ജാമ്യാപേക്ഷ കൂടി കോടതി തള്ളി. സിൻജോ, ജോൺസൺ, നസീഫ് എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. അർജുൻ, തുടരാം. അതിന് സിദ്ധാർത്ഥന്റെ മരണത്തിൽ രണ്ടുപേരുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയിട്ടുള്ളത്. അതായത് സിൻജോ, അതായത് പ്രധാന പ്രതിയായ സിൻജോ, നസീഫ് എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. നസീഫ് കോഴിക്കോട് സ്വദേശിയാണ്. ഇവരുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയിട്ടുള്ളത്. വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് തള്ളിയിരിക്കുന്നത്. അതായത് ഇക്കാര്യങ്ങൾ പറഞ്ഞാണ് തള്ളിയത്. CBI, ജുഡീഷ്യൽ എന്നിവ അന്വേഷണം നടക്കുന്നുണ്ട്. അത്ര തന്നെ ഇപ്പോൾ ജാമ്യം അനുവദിക്കാൻ കഴിയില്ല. മാത്രമല്ല, ഇപ്പോൾ ആത്മഹത്യയാണോ എന്നുള്ളത് തെളിഞ്ഞിട്ടില്ല. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ളത് തെളിഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. അത്തരത്തിലുള്ള ഒരു നിരീക്ഷണമാണ് കോടതി നടത്തിയിട്ടുള്ളത്. എന്തിനാ തന്നെയും ഈ രണ്ടുപേരുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് തള്ളിയിരിക്കുന്നത്. വ്യക്തമാണ്. അർജുനാണ് വിശദവിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് മരിച്ചയാളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്ത സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഹക്കീം പെരുമുക്കിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. ചങ്ങരംകുളം പോലീസാണ് കേസെടുത്തത്. ആലംകോട് സ്വദേശി പെരിഞ്ചേരിയിൽ അബ്ദുള്ളയുടെ പെൻഷനാണ് തട്ടിയെടുത്തത്. വിവരങ്ങളുമായി സോണൽ ചേരുന്നുണ്ട്. സോണൽ, വിവരങ്ങൾ. ഈ വാർത്ത കഴിഞ്ഞ ദിവസം നമ്മളും റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഇത്തരത്തിൽ തട്ടിയെടുത്തു എന്നുള്ളൊരു പരാതിയുമായിട്ട് കുടുംബം ഉൾപ്പെടെ രംഗത്തെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോഴിതാ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു നിർണായക വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇതിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയും മലപ്പുറം ആലങ്കോട് പഞ്ചായത്ത് അംഗവുമായിട്ടുള്ള ഹക്കീം പെരുമുക്കാണ്. അത്തരത്തിൽ ഇതിനു മുമ്പും ഇയാൾ പലതരത്തിലുള്ള തട്ടിപ്പ് നടത്തിയെന്ന ആരോപണത്തിൽ CPM ഉൾപ്പെടെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ചങ്ങരംകുളം പോലീസാണ് ഈ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിക്കെതിരെ ഇപ്പോൾ നിലവിൽ കേസെടുത്ത അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഈ മരിച്ച അബ്ദുള്ള 2019 ഡിസംബർ 17 കൃത്യമായിട്ട് മരണപ്പെടുന്നത്. ഇതിനുശേഷം 2020 സെപ്റ്റംബർ മാസം വരെ പെൻഷൻ കൈപ്പറ്റിയതായിട്ട് വിവരാവകാശ രേഖ പുറത്തു വന്നിരുന്നത്. ആ രേഖ ഉൾപ്പെടെ നമ്മൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചതാണ്. ഈ സാഹചര്യം കണക്കിലെടുത്താണ് കുടുംബവും പരാതിയുമായി രംഗത്ത് വന്നത്. കാരണം 2019 ഒക്ടോബർ മുതൽ പെൻഷൻ വീട്ടിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അബ്ദുള്ള ബന്ധുക്കൾ പ്രധാനമായിട്ട് പറയുന്നത്. ഈ ഒരു സാഹചര്യം മുൻനിർത്തി ആര് പിന്നെ ഈ പെൻഷൻ മേടിച്ചെടുത്തു ഒരു വർഷക്കാലത്തോളം എന്നുള്ളതാണ് കുടുംബം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ കൃത്യമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട കുടുംബം തന്നെ പോലീസിനെയും അതുപോലെ തന്നെ പഞ്ചായത്തിനെയും സമീപിക്കുന്ന ഒരു രംഗമുണ്ടായി. ഇതിനുശേഷമാണ് സംഭവത്തിൽ നിരവധി ആരോപണങ്ങളുമായിട്ട് CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അറസ്റ്റ് ഉൾപ്പെടെ നടക്കാൻ സാധ്യതയുണ്ട്. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഇത്തരത്തിൽ പ്രതിഷ്ഠാനത്തുള്ളത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതിനാ വ്യക്തമാണ്.